കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ഡിജിപിക്ക് പരാതി നൽകി കുടുംബം. നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആതിര ചേരുന്നു. ആതിര, വലിയൊരു ഗുരുതരമായ ഒരു അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു യുവതിയുടെ 9 വിരലുകളാണ് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ നിലവിലെ ഒരു അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എന്താണ് മറ്റു കാര്യങ്ങൾ? ഐശ്വര്യ, തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി ഇപ്പോൾ ദുരിത ജീവിതം നയിച്ചുകൊണ്ടുവരുന്നത്. നിലവിൽ കുടുംബം ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ യുവതിയുടെ വീട്ടിലാണുള്ളത്. യുവതിയുടെ ഭർത്തൃപിതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിശദമായ വിവരങ്ങളൊക്കെ നൽകാൻ. എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചത്? ഇപ്പോഴത്തെ ഒരു അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണോ ഡിജിപിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? അന്വേഷണം പരാതി കൊടുത്തിട്ട് 1.5 മാസമായി. അപ്പോൾ ഈ ഡോക്ടർമാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ച് കണ്ടില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മളത്തെ ചികിത്സാരേഖകൾ, ക്യാമറ ഉൾപ്പെടെ ഉള്ള രേഖകൾ എത്രയും പെട്ടെന്ന് ഒരു കസ്റ്റഡിയിൽ പോലീസ് എടുക്കണം. അല്ലെങ്കിൽ തെളിവുകളെല്ലാം നശിച്ചു പോകാൻ ഒരു കാരണമാകും. അതുമാത്രമല്ല, അവിടെ കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോസ്മെറ്റിക് ക്ലിനിക് എന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് അവരുടെ സമ്മറി എല്ലാം തന്നത്. അത് തന്നെ ഒരു വഞ്ചന കുറ്റത്തിന് കേസെടുക്കാനുള്ള വകുപ്പുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് തന്നെ ഒരു വഞ്ചനയല്ലേ. എല്ലാം കൂടി ചേർത്താണ് ഒരു പരാതി കൊടുത്തത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, അമൃതനാഥ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു യുവാവ് ഇതേ ശസ്ത്രക്രിയ ചെയ്ത് മരിച്ചുപോയി. ഞങ്ങൾ ഇത് അന്വേഷിച്ചപ്പോൾ അവിടെ വീണ്ടും മരണങ്ങൾ നടന്നതായിട്ട് അറിയാൻ കഴിയുന്നു. നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞതാണ്. അതുകൊണ്ട് ആ ഹോസ്പിറ്റലിനെതിരെ നല്ലൊരു അന്വേഷണം നടത്തണം എന്നാണ് ബഹുമാനപ്പെട്ട DGPയുടെ അടുത്ത് പരാതി കൊണ്ട് കൊടുത്തത്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ നടത്തുമെന്നുള്ള ഒരു അറിയിപ്പാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ അവർ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ അടുത്ത് അത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഈ മരുമകളുടെ അവസ്ഥ എങ്ങനെയാണ്? മാനസികമായൊക്കെ ഒരു തകർന്ന നിലയിലാണോ ഉള്ളത്? ഇന്നലെയാണ് കുട്ടികളെ കൊണ്ട് കാണിച്ചത്. കുട്ടികളെ കണ്ടപ്പോൾ തന്നെ മോളും കരഞ്ഞു, കുട്ടികളും കരഞ്ഞു. ആരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ടില്ല. അതായത് ഇവിടെ വയറ്റിലെല്ലാം തൊലിയെടുത്താണ് വെച്ചിരിക്കുന്നത്. അത് കുറച്ച് ദിവസം കൂടെ ചികിത്സ വേണ്ടി വരും. എന്നാലും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് വീണ്ടും എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്. പിന്നെ വിരലുകൾ 9 വിരൽ മാത്രമല്ല, ഇപ്പുറത്ത് വലത്തെ കയ്യിലെ 2 വിരലുകളിലും ശകലമൊന്നും അവർ കട്ട് ചെയ്തില്ല, തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതേ കണക്ക് തന്നെ വലത്തെ കാലിലെയും 2 വിരലുകൾക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞങ്ങളെ കുടുംബം എല്ലാം ദുഃഖത്തിലാണ്. പൂർവ്വസ്ഥിതിയിൽ എത്തണമെന്നുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ കഴിയുന്നത്. ഈ പരാതിയുമായിട്ട് സമാനമായൊരു അനുഭവം ഉണ്ടായിട്ട് ഒരാൾ കൂടെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടാണോ വന്നിട്ടുള്ളത്? ആ വീട്ടുകാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അവരുടെ ചേട്ടൻ ഒരു അശോക് കുമാറാണ്. പുള്ളി ബന്ധപ്പെട്ടു. പുള്ളി ആദ്യം വിളിച്ച് ചോദിച്ചത് പേട്ടയിലുള്ള കോസ്മെറ്റിക്കൽ ഹോസ്പിറ്റലിലാണോ ബിബിലാഷാണോ ഓപ്പറേഷൻ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾക്ക് കുളത്തൂരുള്ള അവരുടെ ബ്രാഞ്ചാണ്. അവിടെ ഓപ്പറേഷൻ ചെയ്തത് അഖില മോഹനും ഷിനോൾ ശശാങ്കനുമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഓണറെന്ന് പറയുന്നത് ബിബിലാഷാണ്. ഞങ്ങളെ കുട്ടിയെ വളരെ സീരിയസ് ആയിട്ട് അവിടെ നിന്ന് ഇന്നോവ കാറിൽ കൊണ്ടുവന്ന് അനന്തപുരിയിൽ വരുമ്പോൾ ഈ 3 ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഓപ്പറേഷൻ തിയേറ്ററിലും ഉണ്ടായിരുന്നു. അവർ കുറേ ദിവസം അവിടെ വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷമാണ് അത് ഒഴിവായത്. ഈ മരുമകളുടെ ആരോഗ്യസ്ഥിതിയുമായിട്ട് ഡോക്ടർമാർ ഇപ്പം എന്തെങ്കിലും വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ടോ? എന്തൊക്കെയാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്? ആരോഗ്യസ്ഥിതിയൊക്കെ ശരിയായി വരും. കുട്ടി പഴയ പൂർവ്വ രീതിയിലുള്ള ജീവിതം നയിക്കും.
പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കുട്ടിയെ നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആശുപത്രിയോട് ഞങ്ങൾക്ക് കടപ്പാടുമുണ്ട്. എന്തൊക്കെ വന്നാലും ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് ബോർഡിൻ്റെ തീരുമാനം ഞങ്ങൾക്ക് രേഖാമൂലം കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ DM ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ പോസ്റ്റ് വഴിയിൽ അയച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഞങ്ങളെ കുറച്ച് വിവരാവകാശം ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അത് അയച്ചിട്ടുണ്ട്. ചിലപ്പോൾ നാളെ ഞങ്ങളെ കയ്യിൽ കിട്ടും. ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. പിന്നെ പത്രവാർത്തയിൽ പറയുന്നു ചികിത്സാ പിഴവ് ഇല്ലെന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കാനാണോ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞ് പിന്നെ BP നോക്കാൻ പറയുന്നു. ഇതെല്ലാം ഫോൺ വഴിയാണ്. BP കുറവാണെന്ന് മകൻ വിളിച്ചു പറയുന്നു. ഞായറാഴ്ച അവധിയാണ്, അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വരാൻ പറയുന്നു. അതെല്ലാം ഗുരുതരമായ പിഴവല്ലേ? പിന്നെ 10 മണിക്ക് തൊട്ട് 7 മണി വരെ ഇവരവിടെ ചികിത്സിച്ചു. അതെന്താ ഗുരുതരമല്ലേ? അത് പിഴവല്ലേ? ഇതേ അനുഭവമാണ് അമൃതനാഥിനുണ്ടായത്. അപ്പോൾ ഒരിക്കൽ അവർക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വരുമെന്നും അവർക്കറിയാം. ഞങ്ങളെ മകൻ പറഞ്ഞപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ നിസ്സാരമായാണ് കണ്ടത്. നേരെ മറിച്ച് കൊണ്ടുപോകാൻ അവർ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് നീതി കിട്ടണം, ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇപ്പോൾ കുട്ടിയുടെ അമ്മ ഒരു ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ കണ്ടു. ഒറ്റയ്ക്ക് പോയി മുഖ്യമന്ത്രിയെ കണ്ടു, കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി നടപടി, വേണ്ടപ്പെട്ട നടപടി നല്ലപോലെ അന്വേഷിച്ച് നടപടി എടുക്കുമെന്ന് ഉറപ്പ് തന്നാണ് വിട്ടിരിക്കുന്നത്. ഐശ്വര്യ, അതിഗുരുതരമായ ഒരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആശുപത്രിക്കെതിരെ അല്ലെങ്കിൽ ആ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് നമുക്കും ആവശ്യപ്പെടാനുള്ളത്. ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഐശ്വര്യ. ശരി, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്.